Hello dears, it's me Zainul Abidin from MS Solutions. ഇനി എന്തിനും വേറെ സൊല്യൂഷൻസ്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒന്നാമത്തെ ചാപ്റ്ററിലെ 5 മാർക്കിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മിഡിൽ ടേം പെയറിംഗ്, മധ്യപദവും ജോഡികളും വെച്ച് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കൂ മക്കളെ, നോക്കൂ. സം ഓഫ് ദി ഫസ്റ്റ് 15 ടേംസ് ഓഫ് an arithmetic sequence is 570. 15 പദങ്ങളുടെ തുക 570ഉം 20 പദങ്ങളുടെ തുക 960ഉം ആണെങ്കിൽ നോക്കൂ മക്കളെ, 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? 8ാമത്തെ ടേം കണ്ടുപിടിക്കണം, 18ാമത്തെ ടേം കണ്ടുപിടിക്കണം, 1ാമത്തെയും 20ാമത്തെയും ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കണം, അതുപോലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ദെൻ find the sum of 5th to 16th term. 5 മുതൽ 16 വരെയുള്ള പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. മക്കളെ വളരെ സിമ്പിൾ ആണ്, പക്ഷെ എന്താണ്, വളരെ എ പ്ലസ് ആയിട്ട് A+ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഫൈൻഡ് ദി 8th term. എങ്ങനെയാണ് 8ാമത്തെ ടേം കണ്ടുപിടിക്കുക? അതിന് മക്കളെ നമുക്ക് അറിയണം, മിഡിൽ ടേം എന്ന കൺസെപ്റ്റ് അറിയണം. 15 ടേമിന്റെ സമ്മ് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ 15 ടേമിന്റെ മിഡിൽ വരുന്ന ടേം ആണ് 8ാമത്തെ ടേം. അങ്ങനെയെങ്കിൽ 8ാമത്തെ ടേം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് x8 is equal to 570 by 15 എന്നുള്ളതാണ്. 570 by 15 എന്ന് പറയുമ്പോൾ മക്കളെ എത്രയാണ് കിട്ടുക? 570 by 15 is equal to 38 എന്നൊരു ആൻസർ കിട്ടും. 8ാമത്തെ ടേം അത് 38 ആയിരിക്കും. നോക്ക് മക്കളെ, ബി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് 18th ടേം. 18ാമത്തെ ടേം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് മക്കളെ 18ാമത്തെ ടേം കണ്ടുപിടിക്കുക? 18ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി 960ൽ നിന്നും 570 നമ്മൾ മൈനസ് ചെയ്യുന്നു. 960 മൈനസ് 570 ചെയ്യുമ്പോൾ മക്കളെ നമുക്ക് കിട്ടുന്ന ആൻസർ 390 ആണ്. എന്തിനാണ് ഈ 960ൽ നിന്നും 570 മൈനസ് ചെയ്തത്? 15 മുതൽ 15 പദങ്ങളുടെ തുക 570 ആണ്. 20 പദങ്ങളുടെ തുക 960 ആണെങ്കിൽ 16ാമത്തെ പദം മുതൽ 20ാമത്തെ പദം വരെയുള്ള തുക 16th to 20th ടേംസിന്റെ സം എത്രയാണ് മക്കളെ? 390 ആണ് എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 390 ആണെന്ന് കിട്ടിയാൽ, അതായത് നെക്സ്റ്റ് 5 ടേംസിന്റെ സമ്മാണ് 390 എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ 5 ടേംസിന്റെ മിഡിൽ വരുന്നതാണ് 18th ടേം. 16, 17, 18, 19, 20 ടേമിന്റെ നടുവിൽ വരുന്ന ടേമാണ് മക്കളെ 18th ടേം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 18th ടേം കണ്ടുപിടിക്കാൻ മക്കളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 18th ടേം കണ്ടുപിടിക്കാൻ x18 ഈക്വൽ ടു എന്ത് ചെയ്യണം? 390 by 5 ചെയ്യണം. 390 by 5 ചെയ്യണം. എന്തിനാണ് 390 by 5 ചെയ്തത്? 5 ടേമിന്റെ സമ്മ് തന്നാൽ അതിന്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ x18 എന്നുള്ളത് മക്കളെ എന്ത് വരും? 78 എന്ന് വരും. 78 എന്ന് വരും. അപ്പൊ മക്കളെ എ ക്വസ്റ്റ്യൻ ആൻസർ ആയി, ബി ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇതെന്ന് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് ആൻഡ് 20th ടേം. ഫസ്റ്റ് ആൻഡ് 20th ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറയുന്നു. അപ്പൊ മക്കളെ ഇത് പെയർ ആക്കി ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 20 ടേം ആണ് ആകെ ഉള്ളത്. 20 ടേമിന്റെ സമ്മ് 960 ആണ്. അങ്ങനെയാണെങ്കിൽ 20 ടേം ആണെങ്കിൽ അവിടെ എത്ര ജോഡികളാണ് ഉണ്ടാവുന്നത്? 10 ജോഡികളാണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് ജോഡി ഏതായിരിക്കും? x1 പ്ലസ് x20 ആയിരിക്കും. ആണ് മക്കളെ, x1 പ്ലസ് x20 അതൊരു പെയർ ആണ്. ആ ഒരു പെയർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? 960 ആണ് മക്കളെ ടോട്ടൽ സം എന്നുള്ളത്. അതിനെന്ത് ചെയ്യണം? 10 പെയർസ് ആക്കി മാറ്റുമ്പോൾ ഒരു പെയർ എത്ര ഉണ്ടാവും? 96 ആയിരിക്കും. അപ്പൊ x1 പ്ലസ് x20 ദാറ്റ്സ് ഈക്വൽ ടു 96 എന്നൊരു ആൻസർ നമുക്ക് കിട്ടുന്നു. ഓക്കെ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കൂ. ഫൈൻഡ് ദി കോമൺ ഡിഫറൻസ്. പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയുന്ന പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്യണം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്യുമ്പോൾ 78 മൈനസ് 38 78 മൈനസ് 38 ബൈ പൊസിഷൻസ് എത്ര മക്കളെ? 18 മൈനസ് 8. 78ൽ നിന്നും 38 മൈനസ് ചെയ്താൽ എത്ര മക്കളെ നമുക്ക് ആൻസർ കിട്ടുക? 78 മൈനസ് 38 ഈക്വൽ ടു 40 ബൈ 10 ദാറ്റ്സ് ഈക്വൽ ടു 4 എന്നൊരു ആൻസർ കിട്ടുന്നു. കോമൺ ഡിഫറൻസ് 4 ആണെന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാം? ഒരു A+ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഫൈൻഡ് ദി സം ഓഫ് 5th to 16th ടേം. 5ാമത്തെ ടേം മുതൽ 16ാമത്തെ ടേം വരെയുള്ള സം എത്രയാണ്? അപ്പൊ മക്കളെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? 5ാമത്തെ ടേം മുതൽ 16ാമത്തെ ടേം എന്ന് പറയുമ്പോൾ എത്ര പേയേഴ്സ്? 10 പേയേഴ്സ് നമുക്ക് ആകെ ഉള്ളത്, 1 മുതൽ 20 വരെ. എത്ര പേയേഴ്സ് മിസ്സായി? ഫസ്റ്റും
20th, സെക്കൻഡും 90th, തേർഡും 18th, ഫോർത്തും 15th, 17th, അത്രയും പെയർ അവിടെ മിസ്സാവുന്നു. 4 പെയർ മിസ്സാവുന്നു. ബാക്കിയുള്ള എത്രയുണ്ട് മക്കളെ? ബാക്കി 6 പെയർസ് ഉണ്ട്. ഒരു പെയർ എത്രയാണ്? 96 ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒരു പെയർ 96 ആണ്. അങ്ങനത്തെ ബാക്കി എത്ര പെയർസ് ആണുള്ളത്? 6 പെയർസ് ആണുള്ളത്. ഇപ്പൊ 96 into 6 എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 576 എന്ന് സമ്മ കിട്ടുന്നു. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മിഡിൽ ടേം പെയറിംഗ്, മധ്യപദം, ജോഡികൾ എന്ന ഭാഗത്ത് നിന്ന് 5 മാർക്കിന് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനും എന്താണ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക എന്നറിയാനും വേണ്ടി ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച കൃത്യം 7:15 മക്കളെ പക്കാ ഷുവർ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പക്കാ ഷുവർ ക്വസ്റ്റ്യൻസുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വരുന്നു. MS സൊല്യൂഷൻ ചാനൽ മക്കളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈ.